വിശദമായി എറണാകുളം മാമലക്കണ്ടത്ത് കിണറ്റിൽ വീണ കാട്ടാനയെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി. എളംപ്ലാശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം. രക്ഷിക്കാനെത്തിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആന ആക്രമിച്ചു. വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ അറിയില്ല. ആദ്യം തന്നെ കൊക്കച്ചാട്ടേക്ക് വീണില്ലേ, പിന്നീട് ആന വന്ന് അവിടെ ആ കൊക്കയിലേക്ക് ചവിട്ടി. ഡാനി ഇപ്പോഴുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, എപ്പോഴായിരുന്നു സംഭവം? എന്തായാലും രണ്ടുപേരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു, രണ്ടാനകളെയും. ഈ രക്ഷപ്പെടുത്താൻ എത്തിയ ഉദ്യോഗസ്ഥർക്ക് ആക്രമണം നേരിടേണ്ടി വന്നു എന്നറിയുന്നു. അവർക്ക് വല്ല പരിക്കോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടോ? ആനക്കുട്ടിയും അതിൻ്റെ തള്ളയാനെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പൊന്നമ്മ മത്തായി എന്ന വ്യക്തിയുടെ അവരുടെ വീട് വളപ്പിലെ കിണറ്റിലാണ്, ആൾമറയില്ലാത്ത കിണറ്റിലാണ് ആന വീണത്. ആദ്യം കുട്ടിയാനയും പിന്നീട് അതിൻ്റെ തള്ളയാനയുമാണ് ഈ കിണറ്റിലേക്ക് വീണത്. ഇതിൽ ആൾമറയില്ലാത്തൊരു കിണറായത്, വലിയ ആഴവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടാതെ തന്നെ ഇത് അവിടെ നിന്ന് അവരെ ഈ രണ്ട് ആനകളെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചത്. ഇന്ന് പുലർച്ചയോടുകൂടി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നാട്ടുകാർ തടിച്ചുകൂടുകയും ഒപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കം ഇത് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത്. തുടർന്ന് JCB അടക്കമുള്ള സംവിധാനങ്ങളോട് എത്തി ആനയെ പുറത്തെത്തിക്കാനുള്ള മാർഗങ്ങളിലേക്ക് അടക്കം കടക്കുകയും ചെയ്തു. ആന പുറത്തെത്തുന്ന സമയത്താണ് ഈ തള്ളാനയുടെ ഒരു ആക്രമണം ഉണ്ടായത്. അതിലാണ് ഒരു ഫോറസ്റ്റ് ഓഫീസർക്ക് പരിക്കേറ്റത്. പരിക്ക് അത്ര ഗൗരവമുള്ള സ്വഭാവത്തിലുള്ളതല്ല എന്നാണ് പറയുന്നത്. ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് തന്നെ പലപ്പോഴും ഈ കാട്ടാന ശല്യം ഉണ്ടാകാറുണ്ട്. ഈ മാമലക്കണ്ടം അതോടൊപ്പം തന്നെ കുട്ടമ്പുഴ ആ മേഖലകളിലെല്ലാം തന്നെ പലപ്പോഴും ഇത് ഉണ്ടാകാറുണ്ട്. ഈ സംഭവിക്കുന്നത് പലപ്പോഴും ഈ മഴക്കുഴികൾക്കായി എടുക്കുന്ന ഈ കിണറുകൾ, അതോടൊപ്പം ഈ ആൾമറയില്ലാത്ത കൈവരികളില്ലാത്ത കിണറുകളിൽ വീഴുന്നതും പലപ്പോഴും തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയാണിത്. ഇത് കുട്ടിയാനയാണ് ആദ്യം വീഴുന്നത്, പിന്നീട് ഈ തള്ളയാനയും ഇതിലേക്ക് അതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് കരുതുന്നത്. തള്ളയാനയും ഇതിലേക്ക് വീഴുന്നു. രാവിലെയോടുകൂടി ആരംഭിച്ച രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിൽ വലിയ രീതിയിൽ ആളുകൾ ഭയചകിതരാണ്. കാരണം ഇതുപോലുള്ള ഈ കാട്ടാനകളുടെ അടക്കമുള്ള ശല്യങ്ങൾ ഈ മേഖലയിൽ വളരെ കൂടുതലാണ് എന്നടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ഈ സംഭവത്തിന് ശേഷം ആളുകൾ, പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ അടക്കം നേതൃത്വത്തിൽ ഫോറസ്റ്റ് അധികൃതർക്കടക്കം പരാതികൾ നൽകിയിട്ടുണ്ട്. കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രണ്ട് ആനകളെയും രക്ഷപ്പെടുത്താനായിട്ട് വളരെ പെട്ടെന്ന് കഴിഞ്ഞിരിക്കുന്നു. അതിന് മറ്റേ വനഭാഗത്ത് കൂടുതൽ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഫോറസ്റ്റ് ഓഫീസർ നൽകുന്ന ഒരു വിവരങ്ങളിൽ അതാണ് പറയുന്നത്. ഈ ആനകൾ കൂട്ടത്തോടെയാണ് സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മറ്റ് ആനകളുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ രക്ഷപ്പെടുത്തിയ ആനകളെ കാട്ടിലേക്ക് തന്നെ വിട്ടോ? എന്തെങ്കിലും തരത്തിലുള്ള പരിക്കോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നോ? പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം ആണോ മറ്റു നടപടികൾ ഉണ്ടാവുക? രക്ഷപ്പെടുത്തിയ ആനക്കൂട്ടത്തിനോടൊപ്പം തന്നെ ചേർന്നാണ് പോയിരിക്കുന്നതെന്നാണ് ഒടുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. കാരണം അതിന് സ്വാഭാവികമായ രീതിയിലേക്ക് അതിനെ തിരിച്ചയക്കുക എന്ന് തന്നെയാണ് എല്ലായ്പ്പോഴും ചെയ്യുന്നത്. അത് തന്നെയാണ് ഇത് ഈ കാര്യത്തിലും അനുവർത്തിച്ചിരിക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. പരിസരവാസികൾ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് കൂടുതൽ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് തടിച്ച് കൂടിയിരുന്നവരെല്ലാം തന്നെ പ്രദേശത്തു നിന്ന് മാറ്റിയ ശേഷം പിന്നീട് JCB ഉപയോഗിച്ച് നാട്ടുകാരും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരുന്നു. ഈ രണ്ട് ആനകളെയും പുറത്തേക്ക് എത്തിച്ചു. അതിൽ JCB ഉപയോഗിച്ച് അതിൽ ചാല് തീർത്ത് പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ സുഗമമാക്കി തീർത്താണ് രണ്ട് തള്ളയാനയും ആനക്കുട്ടിയും തന്നെ പുറത്തേക്ക് എത്തിച്ചത്. അതിനുശേഷം അവരൊരു സ്വാഭാവികതയിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. കാരണം വളരെ പെട്ടെന്ന് ഇതിന് ഒന്നും പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ കഴിയുന്നൊരവസ്ഥയിലല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അവരെ അതിൻ്റെ ഒരു സ്വാഭാവികതയിലേക്ക് വിട്ടുകൊടുക്കുക എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ആനക്കൂട്ടങ്ങളുടെ ഒരു ചിഹ്നം വിളിയും കാര്യങ്ങളുമെല്ലാം കേൾക്കാമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ പറയുകയുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ ആനത്താരിയിലേക്ക് തന്നെ അവരെല്ലാം ഈ രണ്ട് ആനകളും നടന്ന് ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അവിടുത്തെ ഒരു ഭീഷണിയൊന്നും കാര്യമായി തന്നെ ഇല്ല.
എന്തായാലും ഈ പ്രദേശത്ത് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ ഈ വന്യമൃഗങ്ങളെ കൊണ്ടടക്കമുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ഈ പരിസരത്തുള്ള ഈ കുഴികൾ, അതോടൊപ്പം തന്നെ തോടുകൾ, ഇതിലെല്ലാം തന്നെ ഇടയ്ക്കെങ്കിലും ഇതുപോലുള്ള വന്യമൃഗങ്ങൾ പെട്ടുപോകുന്നത് ഉണ്ടാകാറുണ്ട്. അതിൽ തന്നെയാണ് ഇതും വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി പൊന്നമ്മ മത്തായിയുടെ അവരെ ആൾമറയില്ലാത്ത കിണറ്റിലേക്കാണ് 2 ആനകളും വീഴുന്നത്. വലിയ താഴ്ചയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. വളരെ സാധാരണഗതിയിൽ ഇതിനും സമയമെടുത്താണ് ഇതിനെല്ലാം തന്നെ ആനയെ കരയ്ക്ക് കയറ്റാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അതിനേക്കാളും മുൻപ് വളരെ കൂടുതൽ ബുദ്ധിമുട്ടുകളില്ലാതെ, കൂടുതൽ സ്ട്രെയിൻ എടുക്കാതെ തന്നെ ഇവർ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് വലിയൊരു ആശ്വാസകരം. JCBയും മറ്റും സംവിധാനങ്ങൾ യന്ത്ര സഹായത്തോടെ ചാലുകൾ തിരിഞ്ഞ് വളരെ പെട്ടെന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റുണ്ടത്. ആനയെ പുറത്തേക്കെടുക്കുന്ന സമയത്ത് തള്ളയാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കുഴിയിൽ വീണതിൻ്റെ ആഘാതവും മറ്റ് ചെറിയ പരിക്കുകളും ആനയ്ക്ക് ഉണ്ട്. 2 ആനകൾക്കും ഉണ്ട് എന്നാണ് ഫോറസ്റ്റ് ഓഫീസർ നൽകുന്ന വിവരം. എങ്കിലും അത് അവരുടെ ആനക്കൂട്ടത്തോടൊപ്പം തന്നെ ചേർന്ന് അതിൻ്റെ ഒരു സ്വാഭാവികതയിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട്.